Children, welcome to LKLS Maths class. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന SSLCയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 15 തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. കണ്ടോ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ 1, 2, 3 റെഡ്, ഇവിടെ മാത്രം വൈറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂസ് പാർട്ടാണ് ഈ കാണുന്നത്. സോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് പിക്ചർ ഇസ് ഗോട്ട് ബൈ റിമൂവിങ് എ സ്മോൾ ട്രയാങ്കിൾ ഫോംഡ് ബൈ ജോയിനിങ് the midpoints of an equilateral triangle. See, this is an equilateral triangle. Equilateral triangle means what? Each side, അല്ലേ, 3 sides and 3 angles are equal. അതായത് 3 വശവും 3 ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ തന്നെയാണ് എന്ത് പറയുക? ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുക. ക്ലിയർ ആയില്ലേ? സോ അങ്ങനെ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് എന്ന് വെച്ചിട്ട് ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത്, ഒരു ട്രയാങ്കിളിനെ കട്ട് ചെയ്ത് മാറ്റി. അതുകൊണ്ടാണ് ഇവിടെ വൈറ്റ് പോർഷൻ കാണുന്നത്. ക്ലിയർ ആയല്ലോ? അത്രയും വരെ വായിച്ചത്. ദെൻ സീ ദ സെക്കൻഡ് സെൻറ്റൻസ്. ദ സെക്കൻഡ് പിക്ചർ ഇസ് ഗോട്ട് ബൈ removing such a middle triangle from each of the red triangle of the first picture. So ഈ ഫസ്റ്റ് പിക്ചർ തന്നെയാണ് ഈ കാണുന്നത്. സോ ഈ ഫസ്റ്റ് പിക്ചറിൽ ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ട്രയാങ്കിളിനെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മിഡിലിൽ വെച്ച് കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത്, ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ മിഡിൽ പോർഷനാണിത്, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു. അതുപോലെ ഈ ട്രയാങ്കിളിൻ്റെ മിഡിൽ പോർഷൻ വെച്ച് ഇവിടെയും കട്ട് ചെയ്ത് മാറ്റി. ക്ലിയർ ആയല്ലോ? ദെൻ ദ തേർഡ് പിക്ചർ ഷോസ് ദ സെയിം തിങ് ഡൺ ഓൺ ദ സെക്കൻഡ്. ദെൻ ഈ സെക്കൻഡ് പിക്ചറിനെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പിക്ചർ അല്ലേ? അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കി, ഈ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടോ, ആ മിഡ് പോയിൻറ്റിനെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു കുഞ്ഞി ട്രയാങ്കിൾ ഉണ്ടാക്കി. അതുപോലെ ഈ വശത്തിൻ്റെ മിഡ് പോയിൻറ്റ് വെച്ചിട്ട് ഇവിടെ നിന്നും വരച്ചു, അവിടെയും ഒരു ട്രയാങ്കിൾ ഈ സൈഡ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അതുപോലെ എല്ലാ വശങ്ങളും അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഇതിൽ ഓരോന്നിലും എത്ര റെഡ് ട്രയാങ്കിൾസ് വെച്ചുണ്ടെന്നാണ് നമുക്കിവിടെ വേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കത് നോക്കാം അല്ലേ, ഇതിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ആണെന്ന് നോക്കിയേ. 1, 2, 3. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതേണ്ടത് 3. ഇനി ഈ സെക്കൻഡ് പിക്ചർ നോക്കൂ. 1, 2, 3 കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ പോർഷന് 3 ഉണ്ട്. അതേപോലെ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിലും 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്, ഇവിടെയും 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 3s are 9 എന്ന് ചെയ്തൂടെ? എല്ലാം കൗണ്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ടോ, 1, 2, 3. അതുപോലെ ഇവിടെയും ഉണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്രയുണ്ട്? 1, 2, 3. ഈ 3ലും 3 റെഡ് ട്രയാങ്കിൾസ് വെച്ചുണ്ട്. സോ 3 3s are 9. അപ്പം നമുക്ക് അടുത്തത് എന്തെഴുതാം? കണ്ടോ, 9 എന്നിട്ട് കോമ ഇടാം. ഇനി അടുത്തതിലും നോക്കിക്കേ, ആ മിഡ് പോയിൻറ്റ്സ് വെച്ച് എടുക്കുമ്പോൾ ഇവിടെ മാത്രം, ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ നമ്മുടെ കയ്യിൽ 3 എണ്ണമാണ് ഉള്ളത്. ഈ മിഡിൽ വൺ ഇപ്പോൾ കൂട്ടണ്ട കേട്ടോ, റെഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ എത്രയാ? 9. അതുപോലെ 3 എണ്ണം ഉണ്ടല്ലോ. സോ 3 എണ്ണത്തിൽ 9 വെച്ചുള്ളതുകൊണ്ട് 9 3s are what? 27. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. സീ ദ സെക്കൻഡ് വൺ. Taking the area of original uncut triangle as 1, compute the area of small triangle in each picture. കണ്ടോ? സോ അൺകട്ട് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു, ഈക്വലേറ്റഡ് ട്രയാങ്കിൾ. അതിൻ്റെ ഏരിയ 1 ആയിട്ട് എടുത്തുകൊണ്ട് മറ്റ് 3 എണ്ണത്തിൻ്റെയും കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അൺകട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? കണ്ടോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഏരിയ 1 ആയിട്ട് എടുത്തുകൊണ്ട് ബാക്കിയുള്ളതിൻ്റെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെയാണ് ആൻസർ വരിക എന്ന് നോക്കിയേ. ഇതിൽ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4 പാർട്സ് ഉണ്ട് അല്ലേ? ഒരു ഭാഗമല്ലേ റിമൂവ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തെഴുതാം ആൻസർ? സി എന്താ എഴുതണ്ടേ? 1/4. കണ്ടോ, സെക്കൻഡിൻ്റെ ആൻസറാണ് 1/4 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി അടുത്തത് അതുപോലെ തന്നെ നമ്മുടെ ഏരിയ, അൺകട്ടിൻ്റെ ഏരിയ എത്രയാണ്? 1 ആണ്. സോ 1 അതായിട്ട് എടുത്തുകൊണ്ട് ഇവിടെ എത്ര ടോട്ടൽ പാർട്സ് ഉണ്ടെന്ന് നോക്കുക. നോക്കിയേ, 1, 2, 3, 4 കണ്ടോ, 4 എണ്ണം ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഇതൊരു ട്രയാങ്കിളാണ്, ഇത് രണ്ടാമത്തെ ട്രയാങ്കിളാണ്, ഇത് മൂന്നാമത്തെ ട്രയാങ്കിൾ, ഇത് നാലാമത്തെ ട്രയാങ്കിൾ. സോ 4 എണ്ണത്തിലും 4 പാർട്സ് വെച്ചുള്ളത് കൊണ്ട് 4 4s are 16. സോ ആൻസർ എന്ത് വരും? 1/16. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അൺകട്ടായിട്ടുള്ള ഇതിൻ്റെ ഏരിയ 1 ആയിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. സോ ഈ 4 4s are 16 എങ്ങനെയാണ് കിട്ടിയത്? സി 1, 2, 3, 4. അതുപോലെ തന്നെ നമുക്കിവിടെ 4 എണ്ണമാണുള്ളത് അല്ലേ? ഇത് ഒരെണ്ണം, പിന്നെ ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇത് 4. ഈ 4 എണ്ണത്തിൽ 4 എണ്ണം വെച്ച് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 4s are 16. സോ വി ഗോട്ട് ആൻസർ വാട്ട്? 1/16. കണ്ടോ? അപ്പോൾ സെക്കൻഡിൽ ഫസ്റ്റ് പിക്ചറിൻ്റെ 1/4, രണ്ടാമത്തേൽ എന്താണ്? 1/16. ഇനി നമുക്ക് തേർഡ് പിക്ചർ നോക്കാം കേട്ടോ. അതാ തേർഡ് പിക്ചർ. ഈ തേർഡ് പിക്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കാം. 1 റെഡ് മാത്രമാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ നമ്മളിവിടെയാ.
സോറി, ഇതിനകത്ത് എത്ര പാർട്സ് ഉണ്ട് എല്ലാം നമ്മൾ കൗണ്ട് ചെയ്യും. ഇപ്പം നമ്മളിവിടെ ചെയ്തില്ലേ അതേപോലെ ഇവിടെ നോക്കിയേ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 കണ്ടോ, ഈ ഒരു പാർട്ടിൽ മാത്രം 16 ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഇതിനെ വരച്ചെടുത്താൽ അവിടെയും ഉണ്ടാവും 16, ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട് 16. അപ്പം നമുക്ക് ടോട്ടൽ എത്രയുണ്ട്? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഈ ഓരോന്നിലും എത്ര എണ്ണം ഉണ്ട്? 16 വെച്ചിട്ടുണ്ട്. സോ നമുക്ക് 16 ഇൻറ്റു 4 ചെയ്താൽ പോരെ? എത്ര കിട്ടി നമുക്ക്? 64 ആണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് അവിടെ ആൻസർ എന്ത് കൊടുക്കാം? സി 1/64. ക്ലിയർ ആയല്ലോ അല്ലേ? നന്നായിട്ട്. ഇവിടെ ഒരു ഭാഗം മാത്രം നിങ്ങൾ എണ്ണി നോക്കുക, ഇതിൽ എത്ര പാർട്സ് ഉണ്ടെന്ന്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇതിൽ മാത്രം 16 ഉണ്ട്. ഇതുപോലെ 4 ട്രയാങ്കിൾ അല്ലേ? ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് നമുക്ക്? 1 2 3 4. അപ്പോൾ എല്ലാത്തിലും എത്ര വെച്ചിട്ടുണ്ട്? 16 വെച്ചിട്ടുണ്ട്. സോ 16 ഇൻറ്റു 4 വിച്ച് മീൻസ് വാട്ട്? 64. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ 1/64. ക്ലിയർ? സോ സെക്കൻഡ് ആൻസർ ഇസ് വാട്ട്? 1/4, 1/16, 1/64. Okay. So let us move on to next question. That is third one. Clear? See the third one. What is the total area of all the red triangles in each picture? ഇത് വളരെ എളുപ്പമാട്ടോ. എല്ലാത്തിലുമുള്ള റെഡ് ട്രയാങ്കിളിൻ്റെ മാത്രം ഏരിയ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ ആൻസർ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ആൻസറാണ് എങ്ങനെയാണ്? 3/4 എന്നാണ് ആൻസർ. ഫസ്റ്റ് ഫിഗറിൽ എത്രയാണ്? 3/4. സെക്കൻഡ് ഫിഗറിൽ എത്രയാണ്? 9/16. ദെൻ തേർഡ് ഫിഗറിൽ 27/64. എങ്ങനെയായി 3/4 കിട്ടിയത്? അതാ ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കിക്കേ. കണ്ടോ, ടോട്ടൽ എത്രയാണ്? 4 ട്രയാങ്കിൾസ് ഉണ്ട്. മനസ്സിലായോ? അതിനകത്ത് 1 2 3 റെഡാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? 3/4 എന്ന് എഴുതിയത്. 3 റെഡ് പാർട്ട് ഉണ്ട്, 4 ടോട്ടൽ പാർട്ട് ഉണ്ട്. ക്ലിയർ ആയോ? അടുത്തത് 9/16 ആണ്. അതൊന്ന് നോക്കിക്കേ, അതെങ്ങനെയാണ് വരിക എന്ന്. എങ്ങനെയായിരിക്കും 9/16 കിട്ടുക? സി കണ്ടോ, 1 2 3. ഇപ്പം ഇവിടെ എത്രയുണ്ട്? 3 ഉണ്ട്. അതുപോലെ 3 എണ്ണം ഉണ്ടല്ലോ. സോ 3 3s are 9 അല്ലേ വരിക. പിന്നെ ബാക്കി എന്താ? നമ്മളിവിടെ ഓൾറെഡി 16 എങ്ങനെയാണ് വന്നതെന്ന് നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അതുപോലെ എല്ലാത്തിലും 4 വെച്ചിട്ടുണ്ട്. അപ്പം 4 ട്രയാങ്കിളിലും കൂടി 4 വെച്ച് കഴിയുമ്പോൾ 4 4s are 16. സോ അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 9/16. കണ്ടോ, 9 എവിടെ നിന്നാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ അല്ലേ? 1 2 3. ഇവിടെ 3 റെഡ് ഉണ്ട്, അതുപോലെ ഇതിലും 3 റെഡ് ഉണ്ട്, ഇതിലും 3 റെഡ് ഉണ്ട്. സോ 3 3s are 9. 16 എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ ടോട്ടലായിട്ടുള്ളത്. സോ 3/16 ആണ് ആൻസർ. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ എത്ര വരും? നമുക്ക് 27/64. സോ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ഉണ്ടെന്ന്? 64 ആണെന്ന് നമുക്കറിയാം. കണ്ടോ, ഇവിടെ ഇൻറ്റു ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ 4 ട്രയാങ്കിൾ ഉണ്ട്, 4ലും എത്ര വെച്ചിട്ടുണ്ട്? 16 കുഞ്ഞു ട്രയാങ്കിൾസ് ഉണ്ട്. സോ 16 ഇൻറ്റു 4 മീൻസ് വാട്ട്? 64. ദെൻ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? അവിടെ 27/64 ആണല്ലേ. അപ്പോൾ നോക്ക്, 1 2 3 4 5 6 7 8 9. കണ്ടോ, ഇതിൽ 9 എണ്ണം ഉണ്ട്. അതുപോലെ ഇവിടെ 9 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. അപ്പോൾ 3 എണ്ണത്തിൽ 9 എണ്ണം ഉള്ള കാരണം 9 3s are 27. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? സി 27/64. ഒന്നും വേണ്ട, ഈ ഫസ്റ്റിലെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഒന്ന് ശരിയാക്കി ഒന്ന് എഴുതി വെച്ചാൽ മതി. കണ്ടോ, ഈ ആൻസർ എഴുതിയിട്ട് ഈ സെക്കൻഡ് വണ്ണിലുള്ള ഡിനോമിനേറ്ററിനെ അങ്ങനെ തന്നെ എടുത്ത് ഡിനോമിനേറ്റർ അറിയാലോ അല്ലേ? താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ എന്ന് പറയും. ക്ലിയർ? ദിസ് ഇസ് ന്യൂമിനേറ്റർ ആൻഡ് ദിസ് ഇസ് ഡിനോമിനേറ്റർ. സോ എന്താണ്? ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എഴുതിയിട്ട് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഓക്കെ. ക്ലിയർ? സി ദ ഫോർത്ത് വൺ. സി റൈറ്റ് write the algebraic expressions for these 3 sequences obtained by continuing this process. ഇതാണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്. എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? algebraic expression ഫോം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കണ്ടത് മൊത്തം എഴുതുക. നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് നമുക്ക് എത്ര ഉണ്ടായിരുന്നു? 3 9 27. കണ്ടോ, അതല്ലേ നമ്മളിവിടെ എഴുതി വെച്ചത്? 3 9 27. See, then area of
1 റെഡ് ട്രയാങ്കിൾസ് അത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്തത് 1/4 1/16 1/64 ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ വന്നതെല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചു. ദെൻ ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് വന്നപ്പോൾ 3/4 9/16 27/64. ഈ എഴുതിയിരിക്കുന്നതൊക്കെ എന്താണ്? ഇപ്പോൾ ഈ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഈ 4th ക്വസ്റ്റ്യനിൽ നമ്മളെല്ലാം കൂടി എടുത്തെഴുതി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യണം? ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്കിവിടെ ഫോം ചെയ്യണം. അതെങ്ങനെയാണ് ഫോം ചെയ്യുക നോക്കിയേ. ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടോ, നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾ നമുക്ക് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 9 27. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കണ്ടോ, 3 9 27 അത് ഇങ്ങനെ പോകുമല്ലേ, പോയിട്ട് nth നമ്പേഴ്സ് വരെയും വരും. ഇനി ഈ 1 2 3 എന്ന് എഴുതിയ എന്താണ്? ഇതിൻ്റെയൊക്കെ പൊസിഷനാണ്. ഒന്നാമത്തെ നമ്പർ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ. ക്ലിയർ ആയല്ലോ? ഇനി ഈ നമ്പേഴ്സ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, എന്തൊക്കെയോ പ്രത്യേകതകൾ ഇതിനെ കാണുന്നുണ്ടല്ലോ. സി ഇത് 3 ആണ്, വിച്ച് മീൻസ് വാട്ട്? 3/1. ഇത് നോക്കിയേ, 3 സ്ക്വയർ അല്ലേ വരിക, പവർ 3 3s are 9. ക്ലിയർ? ഇതോ 3 × 3 × 3 വിച്ച് മീൻസ് 3 ക്യൂബ് അല്ലേ, 27. ക്ലിയർ ആയോ? അപ്പം ഇതെങ്ങനെയാണ് വന്നത്? 3 9 27 നമുക്ക് എങ്ങനെ എഴുതാം? കണ്ടോ, 3ൻ്റെ പവർ 3 × 1 3 തന്നെയാണ്. 3 × 3 കണ്ടോ, 3 × 3 മീൻസ് വാട്ട്? 3 3s are 9. സോ 3 സ്ക്വയർ അല്ലേ. ഇനി 27 വിച്ച് മീൻസ് 3 × 3 × 3. അപ്പോൾ ഇവിടെ ഒരു 3, ഇവിടെ 2 3, ഇവിടെ 3 3. സോ ഇതിൻ്റെ പവർ എത്രയാണ്? 3/1 3/2 3/3. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതേണ്ടത്? കണ്ടോ, xn = 3/n. കാരണം എന്തുകൊണ്ടാണ്? ആ 3യുടെ കൂടെ ഈ n മാറി മാറി വരും അല്ലേ. xn = 3/n എന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഈ 3/n എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിൻ്റെ വാല്യൂസ് മാറി മാറി വരും. നോക്കിയേ, ഇപ്പോൾ 3 × n നമുക്ക് 1 എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. കണ്ടോ, ഇനി 3ൻ്റെ ആ പവർ എന്ത് കൊടുക്കാം? 2 ആണെങ്കിൽ ഇവിടെ 2 കൊടുത്താൽ എന്ത് വരിക? 3 × 3 9. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണ്? xn = 3/n. ഇനി അടുത്തത് കേട്ടോ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതിയില്ലേ, ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ്. ആ ആൻസർ ഒന്നും കൂടെ എടുത്ത് എഴുതുക. 1/4 1/16 1/64. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് അതിൻ്റെയും ഒന്ന് നോക്കാം. കണ്ടോ, നമ്മളിവിടെ എന്തുമാത്രം കെയർ ചെയ്താൽ മതി? നമ്മുടെ ന്യൂമറേറ്റർ എല്ലാം തന്നെ നമുക്ക് എന്താ? 1 1 1 ആണ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ, ഇത് 4, ഇത് 4 4s are 16, ഇത് 4 × 4 × 4 64. കണ്ടോ, അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 1/4 1/4² ദെൻ 1/4 ക്യൂബ്. ക്ലിയർ ആയല്ലോ? അതിങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയി നമ്മൾക്ക് അറിയില്ല ഏതാ നമ്പറാണ്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ഒരു nth നമ്പറായിട്ട് കൊടുക്കാം. അത് ഏത് നമ്പർ വേണമെങ്കിലും ആവാം. സോ ഈ n വെച്ചിട്ടായിരിക്കും നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുക. സോ അവിടെ എങ്ങനെയായിരിക്കും വരിക എന്ന് നോക്കിയേ. ഈ ലാസ്റ്റ് nth നമ്പർ വന്നാൽ, ഇതുപോലെ കണ്ടിന്യൂസ് ചെയ്ത് nth നമ്പർ വന്നാൽ നമുക്കവിടെ എങ്ങനെ എഴുതാം? ഉണ്ടോ, xn = 1/4 n എന്ന് നമുക്ക് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? അതായത് ഇവിടെ n എന്ന് വന്നാൽ ഇവിടെ എന്ത് വേണമെങ്കിലും വരാം അല്ലേ. ഇപ്പോൾ ഇവിടെ 1 വരാം, ഇവിടെ 2 വരാം, ഇവിടെ 3 വരാം. ഇതുപോലെ ഈ 2ഓ 1ഓ 3ഓ ഏത് വേണമെങ്കിലും ഇവിടെ വരാം. അപ്പോൾ ഇങ്ങനെ വരുന്നതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്? xn = 1/4 n. ഇനി നോക്ക്, ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ. അടുത്തതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ 3/4 9/16 27/64. അതങ്ങനെ പോയി nth ടേം വരെയും പോവും. nth ടേം മീൻസ് ഏതെങ്കിലും ആവാട്ടോ. ദെൻ 1 2 3 ഇതിൻ്റെ പൊസിഷനാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത് 1 2 3 എന്നുള്ളത്. അത് പൊക്കോട്ടെ, അതോടെ ഇരുന്നോട്ടെ. സോ നമുക്ക് നോക്കാം. കണ്ടോ, ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? 3/4, അതായത് 3/4 1 എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം? ഇത് നോക്കിയേ, 3 3s are 9 4 4s are 16. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തൂടെ? 3/4² കൊടുത്തൂടെ? കണ്ടോ, 3 × 3 9 4 × 4 16. ഇതോ അതേപോലെ തന്നെ അല്ലേ, 3 × 3 × 3. കണ്ടോ, സോ നമുക്ക് എന്ത് തന്നെ എഴുതാം? 3/4 ഇത് ചെയ്യാം. അതുപോലെ nth നമ്പർ വന്നാലോ? nth നമ്പർ നമുക്ക് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 3/4 എന്ന് നമുക്കിവിടെ കൊടുക്കാം. കണ്ടോ, എല്ലാത്തിലും എന്താ? 3/4 ഏതിനാ ചേഞ്ചസ് വരിക? ഇത് കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? ഇനി ഇവിടെയോ ഇതെല്ലാം പവേഴ്സ് എല്ലാം എന്താണ്? ഡിഫറെൻ്റ് ആണ്. സോ nth ടേം മീൻസ് എത്രാമത്തെ വേണമെങ്കിലും വരാം കേട്ടോ. ഇതുപോലെ എഴുതി പോകുന്ന എത്രാമത്തെ നമ്പർ വേണമെങ്കിലും വരാം. സോ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യുമ്പോൾ ഈ n-ന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമുക്ക് എന്തെഴുതാം? 3/4 n എന്ന് എഴുതാം. ഓക്കെ, താങ്ക് യു.